നമസ്കാരം. ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാരുടെ 2026 ജനുവരി മാസഫലമാണ്. ജ്യോതിഷ ആചാര്യന്റെ പ്രാരംഭ ആശംസകളോടെ 2026 അശ്വതി നക്ഷത്രത്തിന്റെ മാസഫല വിശകലനം ആരംഭിക്കാം. രാശിചക്രത്തിലെ ആദ്യ നക്ഷത്രമായ അശ്വതിക്ക് വേഗത, ധൈര്യം, കാര്യങ്ങളിൽ മുൻകൈ എടുക്കാനുള്ള കഴിവ് എന്നിവ സ്വാഭാവികമായ സവിശേഷതകളാണ്. ആകാശത്തിലെ വൈദ്യന്മാരായ അശ്വിനി കുമാരന്മാരാണ് ഈ നക്ഷത്രത്തിന്റെ ദേവതകൾ. കേതുവാണ് നക്ഷത്രനാഥൻ. ഈ സവിശേഷതകൾ അശ്വിനി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വേഗവും രോഗശാന്തിയും നൽകുവാൻ കഴിവുള്ളവരുമാകും. സംഖ്യാശാസ്ത്രപരമായി നോക്കുമ്പോൾ 2026 ജനുവരി 1 എന്ന സംഖ്യാപരമായ ഊർജത്തിലാണ് ആരംഭിക്കുന്നത്. ഈ നേതൃത്വപരമായ കഴിവും പുതിയ തുടക്കങ്ങൾക്കും സ്വയം ഉണർവും ഊന്നൽ നൽകുന്നു. അതിനാൽ ഈ മാസത്തിൽ പുതിയ വർഷത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ സ്വയം നവീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. മേടക്കൂറിനെ സംബന്ധിച്ച് 2026 പ്രത്യേകിച്ച് ജനുവരി മാസത്തെ നിർണ്ണയിക്കുന്നത് 2 ശക്തികളാണ്. അതായത് 1 10ാം ഭാവമായ മകരം രാശിയിലെ ബഹുഗ്രഹ യോഗം, സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. 2 12ാം ഭാവത്തിലെ ശനിയുടെ സ്ഥാനം, അത് മീനൻ രാശിയിൽ. ഇത് ഏഴര ശനി ആയി കണക്കാക്കപ്പെടുന്നു. 10ാം ഭാവത്തിലെ അത്യുന്നതമായ ഗ്രഹബലം തൊഴിൽ രംഗത്ത് മികച്ച വിജയവും വാഗ്ദാനം ചെയ്യുമ്പോൾ 12ാം ഭാവത്തിലെ ശനിയുടെ സ്ഥാനം ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ആന്തരികമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. അശ്വതിയുടെ സ്വതസിദ്ധമായ തീവ്രമായ ഊർജം ഈ മാസം മകരം രാശിയുടെ അധിപനായ ശനിയുടെ അച്ചടക്കത്തിലൂടെയാണ് മുന്നോട്ട് നയിക്കേണ്ടത്. ഉന്നതമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വെറും വേഗതയേക്കാൾ ദീർഘവീക്ഷണമുള്ള ദിശയാണ് പ്രധാനം. അശ്വതി നക്ഷത്രക്കാർക്ക് 2026 ജനുവരി മാസത്തിലെ ഏറ്റവും വലിയ അനുകൂല ഘടകം അവരുടെ കർമ്മസ്ഥാനമാണ്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ 4 ഗ്രഹങ്ങൾ 10ാം ഭാവമായ മകരം രാശിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് കർമ്മരംഗത്ത് അസാധാരണമായ ഉണർവ് നൽകും. മേടക്കൂറിന്റെ അധിപനായ ചൊവ്വ ഈ കാലയളവിൽ മകരം രാശിയിൽ ഉച്ചസ്ഥിതിയിലാണ് സഞ്ചരിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് അസാധാരണമായ ആത്മവിശ്വാസ ഊർജ്ജവും നൽകും. തങ്ങളുടെ പ്രൊഫഷണൽ യാത്രയിലെ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്യും. സ്വയം പര്യാപ്തനാകാനും പുതിയ സംരംഭങ്ങൾ എടുക്കാനുമുള്ള തീവ്രമായ ആഗ്രഹം ഈ മാസം ഉണ്ടാകും. പ്രധാനപ്പെട്ട പ്രൊഫഷണൽ നേട്ടങ്ങൾ ഈ സംയോഗം സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങളും സ്ഥാനക്കയറ്റങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. വലിയ പ്രോജക്റ്റുകളുടെ നേതൃത്വം ഏറ്റെടുപ്പിക്കാൻ സാധ്യതയുമുണ്ട്. മാർച്ച് മാസത്തോടെ ഇങ്ങനെയുള്ള വലിയ പദ്ധതികളുടെ ചുമതല ഏൽപ്പിക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. അതിനുള്ള അടിത്തറ ജനുവരിയിൽ ഇടുന്ന പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെടും. വിജയത്തിലേക്ക് നയിക്കുന്ന ഘടകം അച്ചടക്കത്തോടുള്ള പ്രവർത്തനമാണ്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഈ മാസം നേട്ടങ്ങൾ കൊയ്യാനും ധീരതയോടെ മുന്നോട്ട് വരാനും അനുയോജ്യമായ സമയമാണ്. സാമ്പത്തികമായി 2026 സ്ഥിരത നൽകുന്ന വർഷമാണ്. വർഷ ആരംഭത്തിൽ തന്നെ ലഭിക്കാൻ കാലതാമസം ഉണ്ടായ പണം തിരികെ ലഭിക്കാൻ ഇടയുണ്ട്. ഇത് സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ ആശ്വാസം നൽകുന്നതിനും സഹായിക്കും. മാർച്ച് മുതൽ മെയ് വരെ വരുമാനം വർദ്ധിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് ആവശ്യം. ധനനഷ്ടത്തിന് സാധ്യതയുണ്ടെങ്കിലും ശരിയായ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിച്ചാൽ ഫലം നേടാം. 12ാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരം ചെലവുകൾ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ഈ ചെലവുകൾ വിദേശയാത്രകൾ, ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിത ആരോഗ്യപരമായ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉണ്ടാവാൻ ഇടയുണ്ട്. വർദ്ധിച്ചു വരുന്ന ഈ ചെലവുകൾ കാരണം സാമ്പത്തിക സമ്മർദ്ദം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. തർക്കങ്ങളിലോ വ്യവഹാരങ്ങളിലോ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിക്ഷേപങ്ങൾ നടക്കുമ്പോൾ ദീർഘകാല പദ്ധതികൾക്കായി വ്യക്തിപരമായ മാർഗനിർദ്ദേശം തേടേണ്ടതും അത്യാവശ്യമാണ്. ശാരീരികവും മാനസികവുമായ അച്ചടക്കം സാമ്പത്തിക വിജയത്തിന് നിർണായകമാണ്. 12ാം ഭാവത്തിലെ ശനി മാനസിക പിരിമുറുക്കവും ക്ഷീണവും നൽകുന്നതിനാൽ അച്ചടക്കമില്ലാത്ത ജീവിതശൈലി മൂലം ആരോഗ്യപരമായ ചിലവുകൾ വർദ്ധിക്കും. അതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾ തടയുന്നതിനുള്ള നിർണായകമായ പ്രതിവിധികൾ കൂടിയാണ്. ആരോഗ്യ ഇൻഷുറൻസുകൾ ഈ സമയത്ത് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല ശാരീരിക ഊർജ്ജവും വൈറ്റാലിറ്റി ഉണ്ടാകും. ഇത് തൊഴിൽ രംഗത്ത് ഉണർവോടെ പ്രവർത്തിക്കാൻ സഹായിക്കും. എന്നാൽ അമിത ജോലി കാരണം ക്ഷീണം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശനി 12ലായതിനാൽ മാനസിക സമ്മർദ്ദം, മാനസിക ക്ലേശം, ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകണം. യോഗ, പ്രാണായാമം, ശ്രദ്ധയോടുള്ള വിശ്രമം എന്നിവ ബാലൻസ് നിലനിർത്താൻ സഹായിക്കും. അച്ചടക്കമുള്ള ജീവിതശൈലിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രോഗശാന്തി. 2026 ആദ്യ പാദം വ്യക്തിബന്ധങ്ങളിൽ സന്തോഷം നൽകുന്നതാണ്. ഇളയ സഹോദരങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കും. കുടുംബ പ്രശ്നങ്ങളെ നയപരമായി പരിഹരിക്കാൻ ഈ മാസം ശ്രദ്ധയും നൽകണം. പിതാവിന്റെ ഉപദേശങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഈ കാലയളവിൽ സഹായമാകും. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതും അത്യാവശ്യമാണ്. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. സത്യസന്ധതയും വൈകാരികമായ സംവേദനക്ഷമതയും ബന്ധങ്ങൾ വളർത്താൻ അനിവാര്യമാണ്. 2026 ജനുവരി 26 നെപ്റ്റ്യൂൺ മേടൻ രാശിയിൽ, അതായത് 1ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ ബന്ധങ്ങളിലെ യാഥാർത്ഥ്യം, മിഥ്യാധാരണയും വേർതിരിച്ചറിയേണ്ടി വരും. ആധികാരികമായ ലക്ഷ്യബോധമുള്ള ബന്ധങ്ങൾ മാത്രമേ ഈ കാലയളവിൽ നിലനിൽക്കൂ. അതിനാൽ പങ്കാളിയുമായി അസുഖകരമായ സത്യങ്ങളെ നേരിടേണ്ടി വന്നാലും
ആധികാരികമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം. സ്ഥിരതയോടെയും അച്ചടക്കത്തോടെയും പഠിക്കുന്നവർക്ക് ഈ വർഷം ഉൽപാദനക്ഷമമാകും. വർഷാരംഭത്തിലെ ശ്രദ്ധ വ്യതിചലിക്കുന്ന പ്രവണതകളെ ഘടനാപരമായ സമീപനത്തിലൂടെയും ക്ഷമയിലൂടെയും മറികടക്കാൻ സാധിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അന്താരാഷ്ട്ര സർവകലാശാലകളിൽ അപേക്ഷകൾ അയക്കാൻ ഇത് നല്ല അവസരം കൂടിയാണ്. അശ്വതി നക്ഷത്രത്തിന്റെ നാഥനായ കേതുവിൻ്റെയും 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെയും ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ ആത്മീയമായ ചില ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കേതുവിൻ്റെ സ്വാധീനം നിഗൂഢ ശാസ്ത്രങ്ങളിൽ താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ദാനം പ്രധാനമാണ്. നായ്ക്കളെ, പ്രത്യേകിച്ച് തെരുവ് നായ്ക്കളെ പരിപാലിക്കുകയും അവയ്ക്ക് ഭക്ഷണം നൽകുകയും അഭയം നൽകുകയും ചെയ്യുന്നത് കേതുവിൻ്റെ ദോഷങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ പ്രതിവിധിയായി പറയുന്നുണ്ട്. കറുപ്പും വെളുപ്പും കലർന്ന പുതപ്പുകൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് കേതുവിൻ്റെ ദോഷകരമായ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും. ഗോമാതാവിനെ പരിചരിക്കുക, വീട്ടിൽ ഗോമൂത്രം തളിക്കുക, വ്യാഴാഴ്ചകളിൽ വികലാംഗർക്ക് മധുരം നൽകുക എന്നിവയൊക്കെ ഉത്തമമായി പറയുന്നുണ്ട്. 12ാം ഭാവത്തിലെ ശനി ചെലവുകളും മാനസിക ക്ലേശങ്ങളും നൽകുന്നതിനാൽ അത് ലഘൂകരിക്കാൻ ചില നിർദ്ദേശങ്ങളുണ്ട്. ചൊവ്വാഴ്ചകളിൽ ഹനുമാന് നാളികേരം സമർപ്പിക്കുന്നത് ഈ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ലക്ഷശനി മന്ത്രജപം, ഹോമം, എള്ളെണ്ണ കൊണ്ടുള്ള തൈലാഭിഷേകം എന്നിവ നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ശനിയുടെ അനുഗ്രഹം തേടുന്നതിനും സഹായിക്കും. ക്ഷമ, വിനയം, സ്ഥിരമായ ശ്രദ്ധ എന്നിവയാണ് ശനിദോഷങ്ങൾ ലഘൂകരിക്കാനുള്ള പ്രധാന താക്കോലുകൾ.